2026 തുടങ്ങിയപ്പം തന്നെ IRCSയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സന്തോഷകരമായിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് 8000 പേർക്ക് കാനഡ ഗവൺമെൻറ് PR കൊടുക്കുകയുണ്ടായി. പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് കാനഡയിൽ ഇനിയും നിന്നിട്ട് കാര്യമൊന്നുമില്ല, PR ഒന്നും കിട്ടത്തില്ല, തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെയാണ്. എന്നാൽ അതിന് വിപരീതമായിട്ട് 2026 ഫസ്റ്റ് റോയിൽ തന്നെ ഇത്രയും നല്ലൊരു നമ്പറിലുള്ള ആൾക്കാർക്ക് മുഴുവൻ PR കൊടുത്ത് ആൾക്കാർക്ക് മുഴുവൻ ഇനി 2026 കൂടുതൽ പേർക്ക് PR കൊടുക്കും എന്നൊരു ശുഭപ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത സമയത്തായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കാനഡയുടെ ഒരു കാലമൊക്കെ കഴിഞ്ഞു, ഇനി വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെയാണ്. എന്നാൽ കാനഡയിൽ ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോയാണ് ഈ റീസെൻ്റായിട്ട് 2025 അവസാനവും ഈ 2026 തുടക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത്. 2025 അവസാനം ഒരു ഡിസംബർ മാസത്തിൽ നടന്ന ഡ്രോയൊക്കെ കണ്ടപ്പോൾ പലരും വിചാരിച്ചത് ഈ ഒരു വർഷം എൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്ക് PR ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സന്തോഷിപ്പിക്കുകയാണ് എന്നാണ്. എന്നാൽ 2026 ഫസ്റ്റ് ഡ്രോയിൽ തന്നെ കാനഡയിലൊക്കെയുള്ള അതായത് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള CEC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഏകദേശം 8000 പേർക്ക് ഒരു ദിവസം തന്നെ PR കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനിയും ഗവൺമെൻറ് ഇത്രയും രീതിയിലുള്ള നമ്പറിലുള്ള PR കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഇപ്പം കൊടുക്കുന്ന PR എന്ന് പറയുന്നത് 2026 കോട്ടയിൽ ഫില്ല് ചെയ്യാനുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പം റീസെൻ്റായിട്ടുള്ള US-ആയിട്ടുള്ള ഒരു ടാരിഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാനഡയിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കാനഡയിൽ എങ്ങനെയും കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടുക, അതായത് കൂടുതൽ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നൊക്കെയാണ് ഇപ്പം ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടി കാനഡ US-ൻ്റെ സഹായം കൂടാതെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നേഷനായിട്ട് മാറാനാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പോലും. അതിനേറ്റവും ആവശ്യമെന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ കാനഡയിലേക്ക് ആദ്യം തന്നെ എത്തണമെന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാക്സിമം നമ്പറുള്ളവർക്ക് PR കൊടുക്കുകയും അതിനുശേഷം ഫ്യൂച്ചറിൽ വീണ്ടും നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഇത്രയും കാശ് മുടക്കി വന്നവർക്കെല്ലാം കൂട്ടത്തോടെ അവർ PR കൊടുക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ 1.5 വർഷത്തെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിളിച്ചേക്കുന്നത് ഏറ്റവും കുറഞ്ഞൊരു CRS സ്കോറാണ്. അതായത് 511 എന്ന് പറഞ്ഞൊരു CRS സ്കോറിലാണ് ഇപ്പോൾ 8000 പേർക്ക് ഗവൺമെൻറ് ഇൻവിറ്റേഷൻ കൊടുത്തേക്കുന്നത്. നേരത്തെയൊക്കെ 530 520 വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറഞ്ഞ് 511 വരെ ആയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു മിഡിലൊക്കെ വെറും 1000 പേരെ മാത്രം ഗവൺമെൻറ് ഈ CEC കാറ്റഗറിയിലൊക്കെ വിളിച്ച ആ സെയിം സ്ഥലത്താണ് ഇപ്പോൾ 8000 പേരെ അവർ വിളിച്ചിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ CRS സ്കോർ ഇതിലും കുറയും എന്നാണ് പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് ഏകദേശം 19000 പേർക്കാണ് PR കിട്ടിയത്. 19000 പേർക്ക് PR കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ള സംഖ്യയല്ല. കാരണം കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും കുറവ് നമ്പറിലുള്ള ആൾക്കാർക്ക് മാത്രമേ കാനഡയിൽ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ ഉള്ളവർക്ക് PR കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് IRCC കണ്ടക്ട് ചെയ്ത ഡ്രോയൊക്കെ വലിയ നമ്പറിലുള്ള CRS സ്കോറൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. മാത്രമല്ല ഒരു ഡ്രോയിൽ വെറും 1000 പേരെയൊക്കെ ആയിരുന്നു അവർ ഇൻവൈറ്റ് ചെയ്തത്. ഇത് കണ്ടിട്ട് പലരും വിചാരിച്ചത് ഇനി കാനഡയിൽ നിന്നിട്ടൊന്നും കാര്യമില്ല, തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച് പല ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി കാനഡയിൽ നിന്നിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഓൾറെഡി PR കിട്ടുകയും ഇനി ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ CRS സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും PR കിട്ടും എന്ന നല്ല രീതിയിലൊരു പ്രതീക്ഷയാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇപ്പം നടന്ന ട്രോയിൽ കൂടി എല്ലാവർക്കും വ്യക്തമായേക്കുന്നത്. 2026 ഇമിഗ്രേഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള പല വാർത്തകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.